കിഴക്കമ്പലം പോലെയുള്ളൊരു സ്ഥലത്ത് താങ്കൾ കൊണ്ടുവന്ന വികസന മാതൃക അവിടെ യഥാർത്ഥത്തിൽ ഈ നല്ല മാർക്കറ്റുകൾ കൊണ്ടുവരിക, ആളുകൾക്ക് വില കുറച്ച് സാധനങ്ങൾ കിട്ടുക, ഇങ്ങനെ കുറേ പദ്ധതികൾ താങ്കൾ വിജയകരമായിട്ട് അവിടെ പരീക്ഷിച്ചു. ഞാനും നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു വികസന മാതൃക സംസ്ഥാന വ്യാപകമായി വിജയകരമായി കൊണ്ടു നടക്കാൻ പറ്റും എന്ന് താങ്കൾ കരുതുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇതിൽ ഈ സാധാരണ രീതിയിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത് അവർ പ്രകടന പത്രിക എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം ഇത് ഒരിക്കലും നടക്കാവുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാവുന്ന കാര്യങ്ങളല്ല എന്നുള്ളത്. അത് താൽക്കാലികമായിട്ട് അവരെ വഞ്ചിച്ച് അവരെ വിഡ്ഢികളാക്കി വോട്ട് നേടുക. പക്ഷേ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് 14 വർഷമായിട്ട് നടപ്പിലാക്കി തെളിയിച്ച് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണത്. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ടറിയാം ഇന്നത് നടപ്പിലാക്കുന്നത് രീതി എങ്ങനെയാണ്, അതിന് വരുന്ന സാമ്പത്തിക ചെലവുകൾ എങ്ങനെയാണെന്ന്. അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ NDAയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. അതിൽ ഒരു കാര്യം ഭക്ഷ്യസുരക്ഷയാണത്. അപ്പോൾ ഇതേ മോഡലിൽ, അതായത് ഞങ്ങൾ നടപ്പിലാക്കി തെളിയിച്ച കാര്യങ്ങൾ, ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഭൂരിഭാഗവും പ്രകടന പത്രികയിൽ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തു, പഠിച്ചു, മനസ്സിലാക്കി നടപ്പിലാക്കാം എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അത് പ്രകടന പത്രികയിൽ. സുരക്ഷ കിഴക്കമ്പലം താങ്കൾ വിജയമായിട്ട് പരീക്ഷിച്ച് വിജയിച്ചതാണ് താനും അല്ലേ? ഭക്ഷ്യസുരക്ഷ മാത്രമല്ല 2020യുടെ വിവിധ പരിപാടികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.